സീസൺ 7 മലയാളം അങ്ങനെ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ലൊരു സമ്മാന തുകയാണ് ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസായിട്ട് ബിഗ് ബോസ് ഒരുക്കിയിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലക്ഷത്തിൻ്റെ ഒരു സമ്മാന തുകയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. അതിൽ പങ്കെടുക്കാവുന്നത് 3 പേർക്ക് അതിൽ പങ്കെടുക്കാം. അങ്ങനെ 3 പേര് എണീക്കുന്നത് അക്ബറും അതുപോലെ തന്നെ അനുമോളും പിന്നെ ആദിലയാണ്. അപ്പോൾ ഇതിൽ 4 ലക്ഷമാണ് ടോട്ടൽ വരുന്നത്. അതിൽ 20,000-ൻ്റെ 20 കെട്ടുകൾ ഒരു ഇന്നോവ കാറിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ ബിഗ് ബോസ് വീടിൻ്റെ പുറത്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവർ 3 പേരും തയ്യാറെടുത്ത് ഈ പ്രധാന ആ ഒരു വാതിലുണ്ടല്ലോ അതിൻ്റെ മുൻവശത്ത് വന്ന് നിൽക്കണം. പക്ഷേ ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 1 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. അപ്പോൾ വാതിൽ തുറന്ന് ബസർ കേൾക്കുമ്പോൾ മാത്രം വേണം ഇവർ പുറത്തോട്ട് ഇറങ്ങിപ്പോയി ചെക്ക് ചെയ്യാനുള്ള ഇന്നോവയിൽ ചെക്ക് ചെയ്യാനുള്ളത്. പക്ഷേ ഈ 1 മിനിറ്റിനുള്ളിൽ ഈ വാതിലിനുള്ളിൽ അതായത് വീട്ടിനുള്ളിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ എവിക്ഷൻ സംഭവിക്കും ആ ആൾ. അത് എത്ര പേരാണോ ഈ സമയത്തിനുള്ളിൽ അകത്ത് കയറാത്തത് അവർ ഔട്ടായിരിക്കും. അത് പൈസ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്തിരുന്നാലും എന്തായിരുന്നാലും വീട്ടിനുള്ളിൽ 1 മിനിറ്റിനുള്ളിൽ എത്തണം. എത്തില്ല എന്നുണ്ടെങ്കിൽ എവിക്ഷൻ ഉറപ്പാണ്. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ എന്താ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, അനുമോളായിരുന്നു ഏറ്റവും കൂടുതൽ തുക എടുത്തത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞുതരാം ആരൊക്കെ എത്ര രൂപ എടുത്തെന്നുള്ളത്. ആദില എടുത്തത് 20,000 രൂപയാണ്. അക്ബർ എടുത്തത് 60,000 രൂപയാണ്. പിന്നെ അനുമോൾ എടുത്തത് 1,40,000 രൂപയാണ്. സോ സത്യം പറയാലോ, അനുമോൾ കയറിയതിന് ശേഷം ഭയങ്കര ഒരു അഭിമാനം തോന്നി. കാരണം ആ കുട്ടി ഇത്രയും കിടന്ന് അനുഭവിച്ചു എന്ന് പറയുന്നത് ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സ് ഇപ്പം നമ്മൾ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പ്രതിഫലം ആയിട്ട് കിട്ടിയതുപോലെ എനിക്ക് തോന്നി. അതിന് ശേഷം ഓരോരുത്തരുടെ മുഖം കാണാം. സത്യം പറഞ്ഞാൽ അനുമോൾക്ക് കിട്ടിയത് കാരണം ഓരോരുത്തർക്കും ഭയങ്കര അസൂയയായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയാം കേട്ടോ. സോ താങ്ക് യു.